വി എസ് അച്യുതാനന്ദൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രാഥമികമായ ഔപചാരിക വിദ്യാഭ്യാസം മാത്രം ലഭിച്ച ഒരാളായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം സ്വന്തം അധ്വാനവും കഠിന പ്രയത്നവും ഇച്ഛാശക്തിയും ഒക്കെ ഉപയോഗിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ രാഷ്ട്രീയ നേതാവായി മാറിയത് അതുകൊണ്ടാണ്. ഞാൻ വി എസിൻ്റെ കൂടെ 5 വർഷമാണ് വി എസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. വി എസിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് നിരന്തരം നമുക്ക് എല്ലാ ദിവസവും സംസാരിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇറക്കാനായിട്ട് പ്രസംഗങ്ങൾക്ക് നിയമസഭ നടക്കുമ്പോൾ നിയമസഭയിലെ പ്രസംഗങ്ങൾക്കൊക്കെ കുറിപ്പുകളൊക്കെ ഉണ്ടാക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇങ്ങനെ വി എസിൻ്റെ ജീവചരിത്രം എഴുതണം, വി എസിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറിപ്പുകളൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ കുറിപ്പുകളൊക്കെ എടുത്ത് ഞാൻ ഏറെക്കുറെ അത് എഴുതാൻ തയ്യാറാകുന്ന ഘട്ടത്തിലാണ് എനിക്ക് പിന്നീട് ഈ ആ വിവരാവകാശ കമ്മീഷൻ്റെ ഇതിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ അന്ന് അവിടുത്തെ ജോലിയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ളൊരു രാഷ്ട്രീയ ഇടപെടലും പാടില്ലാത്ത ഒരു സവിശേഷമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ അത് മുടങ്ങി, പിന്നെ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് 2023 ആദ്യം ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു. അവിടെ നിന്ന് അടുത്ത ഇത് 5 വർഷത്തെ പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഇത് എഴുതുന്നത്. എഴുതി, പക്ഷേ അത് വി എസിന് വായിച്ച് കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല എന്ന ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. കാരണം 2023 ആകുമ്പോൾ വി എസ് പക്ഷാഘാതം പിടിപെട്ട് ചികിത്സയിലും വിശ്രമത്തിലാണ്. 2019 ഒക്ടോബറിലാണ് അദ്ദേഹത്തിന് ഈ സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ വി എസ് കാര്യമായിട്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ പത്രങ്ങളൊക്കെ വായിച്ചു കൊടുക്കുമായിരുന്നു വീട്ടിലുള്ളവർ. പക്ഷേ പിന്നീട് ആ ഓർമ്മയൊക്കെ പതുക്കെ പോവുകയും കാര്യങ്ങളോടൊന്നും പ്രതികരിക്കാനും കഴിയാതെ വരികയും 2023 ഒക്ടോബർ 20 വി എസിന് 100 വയസ്സ് പൂർത്തിയാകുന്ന സമയത്തായിരുന്നു അന്ന് ഈ ഒരു സമരനൂറ്റാണ്ടെന്ന പേരിലുള്ള ജീവചരിത്ര പുസ്തകം പ്രകാശിപ്പിച്ചത്. അത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു അത് പ്രകാശനം ചെയ്തത്. മറ്റേ നമ്മുടെ വിശ്രുത ചലച്ചിത്രകാരനായ ഷാജി എൻ കരുൺ അദ്ദേഹമായിരുന്നു അന്ന് പുസ്തകം ഏറ്റുവാങ്ങിയത്. പിന്നീട് അതിന് 3-4-5 പതിപ്പുകളുണ്ടായി. ധാരാളമായിട്ടത് വിറ്റുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിന്താ പബ്ലിഷേഴ്സാണത് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ പോയി. അപ്പോൾ അതിന് ശേഷം പിന്നെ അത് ഭാഷാ സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടല്ല, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഈ വി എസിൻ്റെ ജീവിതം കുട്ടികൾക്ക് വളരെ പ്രചോദനം നൽകുന്നൊരു സംഭവമാണ്. വളരെ ദരിദ്ര ചുറ്റുപാടിൽ ജനിച്ചു ജീവിച്ചു വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ തന്നെ കഠിനാധ്വാനം കൊണ്ട് വളർന്ന് വലുതായി വലിയ നിലയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആയി എന്നുള്ള ആ ഒരു ചരിത്രം കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലൊന്നും എഴുതുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആവശ്യപ്പെട്ടനുസരിച്ചാണ് വി എസ് സമരം ചരിത്രം ഇതിഹാസം എന്ന് പറഞ്ഞ് വേറൊരു പുസ്തകം എഴുതി. പിന്നീട് ചിന്താ പബ്ലിഷേഴ്സ് തന്നെയാണ് മാറ്റുവിൻ ചട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്തൊരു പുസ്തകമാണ്. അതിൽ വി എസിൻ്റെ കുറേ ലേഖനങ്ങളുണ്ട്. അതോടൊപ്പം വി എസിനെ കുറിച്ച് പല ആളുകളും MA ബേബിയും പിണറായി വിജയനും ഗോവിന്ദൻ മാഷും പിന്നെ പ്രഭാത് പട്നായിക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളുടെ ലേഖനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവസാനം മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞൊരു പുസ്തകം വന്നിരിക്കുന്നത്. പിന്നീട് അതും ഈ CPM ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ ഇംഗ്ലീഷിൽ തയ്യാറാക്കി. അത് വി എസിനെ കുറിച്ച് സംസാരിക്കാൻ MA ബേബി കൽക്കട്ടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിലെ CPM നേതാക്കൾ പലരും ഇങ്ങനെ ചോദിച്ചു, വി എസിനെ കുറിച്ച് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഗ്രന്ഥങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ആദ്യമേ വി എസിൻ്റെ ജീവചരിത്രം എഴുതിയ കാര്യം MA ബേബിക്ക് അറിയാം. അങ്ങനെയാണ് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചത്. അതിനനുസരിച്ചാണ് അത് ഇംഗ്ലീഷിലാക്കിയത്. അത് ഈ ഒരു സമരനൂറ്റാണ്ട് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു വെർബാറ്റം ട്രാൻസ്ലേഷനല്ല, മറിച്ച് ഇത് കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് ആസ്വാദ്യകരമായ തരത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തി ചില പുതിയ അധ്യായങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അത് വി എസ് ദ ഇപ്പോക്ക് ബെയറർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് ഇപ്പോൾ 28-ാം തീയതി 21-നാണ് വി എസിൻ്റെ 1ാം ചരമവാർഷികം. അടുത്ത ആഴ്ച 28-ാം തീയതി ഡൽഹിയിൽ വെച്ചത് പ്രകാശനം നടത്താൻ പോവുകയാണ്.